ഇന്നടക്കമുള്ള 2 വെള്ളിയാഴ്ചകൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു റമളാനിലേക്ക് കൂടി പ്രവേശിക്കുവാനിരിക്കുകയാണ്. റമളാനിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് 2 വെള്ളിയാഴ്ചകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പുണ്യങ്ങളുടെ, നന്മകളുടെ വസന്തകാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ലോകത്ത് ഉടനീളമുള്ള വിശ്വാസി സമൂഹം ഏറ്റവും അധികം സുഹൃതങ്ങളിൽ ചൈതന്യവത്താകുന്ന വിശുദ്ധമായ റമളാൻ മാസത്തിലേക്കാണ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടുകൂടി റമളാനിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, റമളാന്റെ മുന്നോടിയായുള്ള 2 വെള്ളിയാഴ്ചകളിൽ നമ്മൾ റമളാനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. റമളാൻ വിശ്വാസികളുടെ എക്കാലത്തെയും ഒരു പ്രതീക്ഷയാണ്. മഹാന്മാരായ സ്വഹാബി വര്യന്മാരെ സംബന്ധിച്ച് താബിയുകൾ പറയുന്നുണ്ട്, യദഊനല്ലാഹ സിത്തതൻ അയ്യുബല്ലിഗഹും റമളാൻ സുമ്മ യദഊന സിത്തതൻ അയ്യതഖബ്ബല മിൻഹും. അവരുടെ ജീവിതത്തിൽ 6 മാസക്കാലം അവർ പ്രാർത്ഥിക്കുന്നത്, പടച്ചതമ്പുരാനെ റമളാനിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാക്കി തരണമേ എന്നാണ്. ഒരു വർഷത്തിൽ 6 മാസത്തെ പ്രാർത്ഥന റമളാനുമായി ബന്ധപ്പെട്ടാണ്. ഏത് പ്രാർത്ഥനയാണ്? പടച്ചവനെ, റമളാനിലേക്ക് ഞങ്ങളെ നീ ആരോഗ്യത്തോടുകൂടി എത്തിക്കണമേ എന്നതായിരുന്നു മഹാന്മാരായ സ്വഹാബിമാരുടെ പ്രാർത്ഥനയെന്ന് താബിഉകൾ വിവരിക്കുകയാണ്. സുമ്മ യദ്ഊന സിത്തതൻ യതഖബ്ബല മിൻഹും. 6 മാസം അങ്ങനെ പ്രാർത്ഥിച്ചാൽ റമളാൻ അടക്കമുള്ള 6 മാസത്തവരുടെ പ്രാർത്ഥന എന്താണ്? പടച്ചവനെ, റമളാനിൽ ഞങ്ങൾ ചെയ്ത സുഹൃതങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നാണ്. ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥനകളിൽ റമളാൻ ഉണ്ടായിരുന്നു. സ്വഹാബിമാരുടെ പ്രാർത്ഥനകളിൽ റമളാൻ ഉണ്ടായിരുന്നുവെന്ന് റമളാനെ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബിമാർക്ക് ശേഷം താബിഉകൾ പറയാം. അതുകൊണ്ട് പ്രതീക്ഷയോടെ, നിറഞ്ഞ ആഗ്രഹത്തോടെ തന്നെ റമളാനെ കാത്തിരിക്കണം. ആ മാസപ്പിറവി ദൃശ്യമായാൽ പ്രാർത്ഥിക്കണമെന്നാണ്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുകല്ലാഹു ഹിലാല റുഷ്ദിൻ വഖൈർ. അല്ലാഹുവേ, ഈ മാസത്തെ നിർഭയത്വമുള്ള, സുരക്ഷിതത്വമുള്ള, സമാധാനമുള്ള മാസമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. റമളാൻ മാസപ്പിറവി ദൃശ്യമായാൽ, അതല്ലെങ്കിൽ അത് ദൃശ്യമായി എവിടെയെങ്കിലും എന്നുള്ള വിവരം ലഭ്യമായാൽ, അതല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തിയാൽ നടത്തേണ്ടുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, ഈ മാസത്തെ നിർഭയത്വമുള്ള, സുരക്ഷിതത്വമുള്ള, സമാധാനമുള്ള മാസമാക്കി മാറ്റണമേ എന്ന്. പിന്നീട് ചന്ദ്രക്കലയെ ദൃഷ്ടിയിൽ പെടുകയാണെങ്കിൽ പറയണം, റബ്ബി വറബ്ബുകല്ലാഹു ഹിലാല റുഷ്ദിൻ വഖൈർ. നന്മയുടെയും വിവേകത്തിൻ്റെയും മാസമേ, എൻ്റെയും നിന്റെയും രക്ഷിതാവ് അല്ലാഹുവാണ്. ആ രീതിയിലാണ് റമളാനെ വരവേൽക്കേണ്ടത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റമളാനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുമായിരുന്നു, മർഹബൻ ബിമുതഹിരിനാ മിനദ്ദുനൂബ്. പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന മാസമേ നിനക്ക് സ്വാഗതം. റമളാൻ സമാഗതമായാൽ 2 മലക്കുകൾ വാനലോകത്തിൽ നിന്ന് വിളിച്ചു പറയുമെന്നാണ്, യാ ബാഗിയൽ ഖൈറ അഖ്ബിൽ യാ ബാഗിയൽ ശർറ അഖ്സിർ. നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ, നന്മ ചെയ്യാൻ മുന്നോട്ട് വാ. തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ, തിന്മ നിയന്ത്രിക്ക്. തിന്മ ചെയ്യാൻ മുന്നോട്ട് വരരുത്. നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ, നന്മ ചെയ്യാൻ മുന്നോട്ട് വാ എന്ന് വാനലോകത്ത് നിന്ന് 2 മാലാഖമാർ വിളിച്ചു പറയുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. റമളാനായി കഴിഞ്ഞാൽ എല്ലാ റമളാന്റെയും മുന്നോടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുബശ്ശിറു സ്വഹാബ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും. ഖദ് ജാഅക്കും ശഹ്റു റമദാൻ ശഹ്റുൻ മുബാറകുൻ ഫറളല്ലാഹു അലൈക്കും സിയാമ ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്ർ. ഖദ് ജാഅക്കും ശഹ്റു റമദാൻ, റമദാൻ മാസം നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും. ഷഅബാനിലെ അവസാനത്തെ പ്രസംഗമാണ്. പ്രവാചകന്റെ ഓരോ പ്രസംഗങ്ങളും അപ്രകാരമായിരുന്നു. റമദാൻ ഇതാ നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ശഹ്റുൻ മുബാറകുൻ ഫറളല്ലാഹു അലൈക്കും സിയാമ, അനുഗ്രഹീതമായ മാസം, ആ മാസത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് നോമ്പെടുക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ പവിത്രമായ ഒരു രാവുള്ള മാസമിതാ നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. സന്തോഷ വാർത്ത അറിയിക്കാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. കാരണം ഇതുപോലുള്ള ഒരു അവസരം ഒരു വിശ്വാസിക്ക് വരാൻ ഇരിക്കുന്നില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇനി കടന്നു പോവാൻ പോകുന്നില്ല റമളാൻ പോലെയുള്ള ഒരു അസുലഭ മുഹൂർത്തം. മഹാനായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടുവന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 2 ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. 2 ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഒരേ സമയം ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്നാൽ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാൾ രക്തസാക്ഷിയായി നേരത്തെ മരിച്ചുപോയി. അയാൾ മരിച്ചു 1 കൊല്ലം കൂടി കഴിഞ്ഞാണ് വേറൊരാൾ മരിച്ചത്. തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. ആ സ്വപ്നം പ്രവാചകനോട് പങ്കുവെക്കുകയാണ്. പ്രവാചകരെ, രക്തസാക്ഷിയല്ലേ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്? പക്ഷേ ഞാൻ കണ്ട സ്വപ്നത്തിൽ രക്തസാക്ഷിയല്ല, 2ാമത് മരിച്ചയാളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഖദ് മഖസ ഹാദാ ബഅദഹു സന, ആ രക്തസാക്ഷി മരിച്ചതിന് ശേഷം ഇയാൾ 1 കൊല്ലം കൂടി ജീവിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഖാലൂ ബലാ, അവര് പറഞ്ഞു, സ്വഹാബിമാര് പറഞ്ഞു, അതെ, 1 കൊല്ലം കൂടി ജീവിച്ചിട്ടുണ്ടാവും. വഅദ്റക റമദാന ഫസ്വാമ, അയാൾ ഒരു റമദാൻ കൂടി അയാൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ റമദാനിൽ അയാൾ നോമ്പ് നോറ്റിരിക്കുന്നു. ശരിയല്ലേ? അങ്ങനെയും സംഭവിച്ചിട്ടില്ലേ? ഒരു റമദാൻ കൂടി ലഭിക്കുകയും ആ റമദാനിൽ കൂടി അയാൾക്ക് നോമ്പ് നോൽക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടില്ലേ? അതെ, അത് തന്നെയാണ് കാരണം. രക്തസാക്ഷിയുടെ മുന്നോടിയായി സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതാണ് സ്വപ്നദർശനം. ആ സ്വപ്നദർശനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിവെക്കുകയാണ്. സഹോദരങ്ങളെ, അതാണ് റമദാൻ എന്ന് പറയുന്നത്. ഈ ചുരുങ്ങിയ ആയുർദൈർഘ്യത്തിനുള്ളിൽ കൂടുതൽ കാലം കൂടുതൽ ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള, കാലം കുറഞ്ഞാലും കൂടുതൽ ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള അവസരം. കാലം എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ആയുസ് തന്നെ അതിന്റെ ദൈർഘ്യം കുറവാണ്. പക്ഷേ താരതമ്യേന ദൈർഘ്യം കൂടുതൽ ലഭിച്ച ആളുകൾ, ആയുസ് കൂടുതൽ ലഭിച്ച ആളുകൾ, ആ ആയുർദൈർഘ്യത്തിൽ കൂടുതൽ നന്മകൾ ചെയ്ത ആളുകൾ, അവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ഖൈർ, അള്ളാഹുവിന്റെ ദൂതരെ, ഏത് മനുഷ്യനാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരാൾക്ക് ദീർഘായുസ് ലഭിച്ചു, അയാളുടെ കർമ്മങ്ങൾ നന്നാവുകയും ചെയ്തു, അയാളാണ് ഏറ്റവും നല്ല സൗഭാഗ്യവാനായ മനുഷ്യൻ. ദീർഘായുസ് ലഭിച്ചു, കർമ്മങ്ങൾ അയാൾ നന്നാക്കുകയും ചെയ്തു. ഏറ്റവും മോശം മനുഷ്യൻ ആരാണ്? ഒരുപാട് ആയുസ് ലഭിച്ചു, പക്ഷേ കർമ്മങ്ങൾ മോശമാക്കി, അയാളാണ് ഏറ്റവും മോശമായ മനുഷ്യൻ. ഒരുപാട് ആയുസ് ലഭിച്ചു, പക്ഷേ ലഭിച്ച ആയുസ്സിൽ മുഴുവൻ കർമ്മങ്ങൾ മോശമാണ്, അയാളാണ് മോശമായ മനുഷ്യൻ, ഏറ്റവും മോശമായ മനുഷ്യനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, റമളാൻ വരുമ്പോൾ സന്തോഷിക്കുക. മൻ ഫരിഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ. ആരെങ്കിലും റമളാൻ വരുമ്പോൾ സന്തോഷിച്ചാൽ അയാളുടെ ശരീരത്തെ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. പടച്ചവനാണ് ആയുസ് നൽകുന്നവൻ.
പടച്ചവൻ തീരുമാനിച്ചാലേ നമുക്കവിടെ ജീവിക്കാൻ കഴിയൂ. പക്ഷെ സന്തോഷിക്കാം, ഇപ്പോൾ തന്നെ നമുക്ക് സന്തോഷിക്കാം. അള്ളാഹു നമുക്ക് ആയുസ് നൽകട്ടെ റമളാനിൽ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാൻ വരുമ്പോൾ ഒരാൾ സന്തോഷിച്ചാൽ അള്ളാഹു അയാളുടെ ശരീരത്തെ നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന ആയുർദൈർഘ്യം കൂടുതൽ കുറവ് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ആയുർദൈർഘ്യം കുറവാണ്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ സമുദായത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ ഖുർആനിൽ നിന്ന് തന്നെ പഠിക്കുമ്പോ ഏറെ ആയുസ്, 1000ഓളം അടുക്കുന്ന ആയുസ് അവരിൽ പലർക്കും ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 100-ൽ കുറഞ്ഞ ആയുസ്സാണ്. 100-നൊക്കെ അപ്പുറം പോവുക എന്ന് പറഞ്ഞാൽ അത് അപൂർവം ചിലര് മാത്രമാണ്. അതിനുവേണ്ടി കൂടിയാണ് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ, റമളാൻ പോലുള്ള അവസരങ്ങളിലൂടെ കൂടുതൽ ആയുർദൈർഘ്യം കൊണ്ട് അവർ ചെയ്തിരുന്ന സുഹൃതങ്ങളുടെ നന്മ പ്രാപിക്കുകയാണ് ഈ കുറഞ്ഞ ആയുസ് കൊണ്ട് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇതിലെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ഒരു കർഷകൻ തൻ്റെ കാർഷിക വിളകൾ, അത് അടക്കയാണെങ്കിലും തേങ്ങയാണെങ്കിലും റബ്ബറാണെങ്കിലും, അതിനേറ്റവും വില ലഭിക്കുന്ന ഒരു കാലമുണ്ടാവും. ആ വില ലഭിക്കുന്ന കാലത്ത് അത് വിൽക്കാൻ സാധ്യമാകാതെ പോയാൽ അയാൾ അനുഭവിക്കുന്ന ഒരു നഷ്ടബോധമുണ്ട്. ആ ഒരു നഷ്ടബോധമായിരിക്കും റമളാനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോയാൽ നാളെ വിശ്വാസി പരലോകത്ത് അനുഭവിക്കുന്നത്, നാളെ മനുഷ്യൻ പരലോകത്ത് അനുഭവിക്കുന്നത്. പടച്ചവനെ, എത്ര നല്ല അവസരമായിരുന്നു, പക്ഷേ എനിക്കത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ. അത് പ്രയോജനപ്പെടുത്തിയ ആളുകൾക്ക് ഇത്രയും പ്രതിഫലമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാലം, അതാണ് പരലോകം എന്ന് പറയുന്നത്. അവിടെ ഒരു നഷ്ടബോധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് റമളാനെ കഴിവിന്റെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് പറയുന്നത്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീദതൻ ഫീമാ സിവാ. ഒരു നല്ല കാര്യം, ഒരു ഐച്ഛികമായ കാര്യം റമളാനിൽ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു നിർബന്ധ കാര്യം മറ്റുള്ള മാസങ്ങളിൽ നിർവഹിച്ചവനെ പോലെയാണ്. ഒരു ഐച്ഛികമായ കാര്യം റമളാനിൽ ഒരാൾ നിർവഹിച്ചാൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു നിർബന്ധ കാര്യം നിർവഹിച്ചവനെ പോലെയാണ് അയാൾ. അതുപോലെയുള്ള പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കാൻ പോകുന്നത്. വമൻ അദ്ദാ ഫീഹി ഫരീളതൻ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ഒരു നിർബന്ധ കാര്യം റമളാനിൽ ഒരാൾ അനുഷ്ഠിച്ചാൽ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ 70 നിർബന്ധങ്ങൾ അനുഷ്ഠിച്ചതിന് തുല്യമായ പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് സുഹൃതങ്ങൾ ഒരുപാട് ചെയ്യാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സവിശേഷതകൾ, അതാണ് റമളാൻ. ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് മഹത്വങ്ങൾ. ഖുർആൻ അവതീർണമായ മാസം എന്ന് തന്നെയാണ് റമളാന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. സത്യാസത്യ വിവേചന ഗ്രന്ഥമായി, ജനങ്ങൾക്ക് സന്മാർഗമായി അല്ലാഹു ഖുർആൻ ഇറക്കിയ മാസം, അതാണ് റമളാൻ. ഖുർആൻ അവതീർണമായ മാസം, അതാണ് റമളാൻ. ഖുർആൻ മാത്രമല്ല, മിക്ക വേദഗ്രന്ഥങ്ങളും അവതീർണമായിട്ടുള്ളത് റമളാനിലായിരുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഉൻസിലത് സുഹ്ഫു ഇബ്രാഹിം അവ്വല ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ കേടുകൾ ലഭിച്ചത് റമളാനിലെ ആദ്യത്തെ രാവിലായിരുന്നു. വഉൻസിലത്തിത് തൗറാത്തു ലിസിത്തിൻ മലത മിൻ റമളാൻ. റമളാനിലെ 6ാമത്തെ രാവ് കഴിഞ്ഞപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് തൗറാത്ത് ലഭിച്ചത്. വഉൻസിലൽ ഇൻജീലു ബി13 മലത മിൻ റമളാൻ. റമളാനിലെ 13ാമത്തെ രാവ് കഴിഞ്ഞു കടന്നപ്പോഴാണ് ഈസാ അലൈഹിസ്സലാമയ്ക്ക് ഇൻജീൽ ലഭിച്ചത്. വഉൻസിലസ് സബൂറു ലി18 ഖലത മിൻ റമളാൻ. റമളാനിലെ 18ാമത്തെ രാവ് കഴിഞ്ഞപ്പോഴാണ് ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് സബൂർ ലഭിച്ചത്. വഉൻസിലൽ ഖുർആനു ലി24 ഖലത മിൻ റമളാൻ. റമളാനിലെ 24ാമത്തെ രാവിന് ശേഷമാണ്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആനിന്റെ വചനങ്ങൾ ആദ്യമായി അവതീർണമായത്, ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ അവതീർണമായ മാസം അതാണ് റമദാൻ. അതാണ് റമദാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ചരിത്രമുറങ്ങുന്ന മാസമാണ്. നമുക്കറിയാം, ചരിത്ര പ്രസിദ്ധമായ ബദർ വിജയം നടന്ന മാസമാണിത്. ഉഹദ് യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കിയത് ഈ മാസത്തിലായിരുന്നു. ഖന്തഖ് യുദ്ധത്തിന് സൈന്യത്തെ തയ്യാറാക്കിയതും റമദാനിലായിരുന്നു. സഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചത് റമദാനിലായിരുന്നു. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കം നടന്നതും റമദാനിലായിരുന്നു. ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഉറങ്ങി തള്ളി നീക്കാനുള്ള മാസം എന്ന രീതിയിൽ ഈ മാസത്തെ തെറ്റായി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇസ്ലാമിക സമൂഹം അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഊർജ്ജസ്വലരായ മാസമായിരുന്നു റമദാൻ മാസം. അവരേറ്റവും അധികം ചൈതന്യവത്തായി എഴുന്നേറ്റുന്ന മാസമായിരുന്നു റമദാൻ മാസം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ തന്നെ റമദാനെ സമീപിക്കുവാൻ ഉണർവോടുകൂടി, സമരോത്സുകതയോടുകൂടി, ആത്മീയമായ പോരാട്ട വീര്യത്തോടുകൂടി റമദാനെ സമീപിക്കുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. റമദാനിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സുഹൃതമേതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി നോമ്പാണ്. ഏറ്റവും വലിയ അമൽ അത് നോമ്പാണ്. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. ആരെങ്കിലും ഖുർആൻ അവതീർണമായ മാസത്തിൽ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറ 185-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് ചരിത്രകാരന്മാരെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനുകളിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. നോമ്പ് നിർബന്ധമാക്കിയതിന് ശേഷമുള്ള റമദാനുകളാണ് പ്രവാചക ജീവിതത്തിൽ കഴിഞ്ഞുപോയ 9 റമദാനുകൾ. നോമ്പനുഷ്ഠിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് മനുഷ്യർക്ക് അവരുടെ ദൃഷ്ടിയിൽപ്പെടാൻ സാധിക്കാത്ത, അവർക്ക് കാണാൻ കഴിയാത്ത അഭൗതിക ലോകത്ത് ഒരുപാട് പ്രതിഭാസങ്ങൾ അരങ്ങേറുന്ന മാസം കൂടിയാണ് റമദാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമദാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത്തിശ് ശയാത്തീൻ. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. റമദാൻ സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരക കവാടങ്ങൾ അടക്കപ്പെടുന്നു, പിശാചുക്കൾക്ക് ചെങ്ങല വീഴുന്നു. അതുകൊണ്ട് ചൈതന്യവത്തായി നോമ്പനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല എനിക്ക് ഏറ്റവും അധികം പ്രയോജനം നൽകുന്ന ഒരു സുഹൃതം പ്രവാചകരെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാൻ, അല്ലാഹു എനിക്ക് ഏറ്റവും അധികം പ്രയോജനം നൽകുന്ന ഒരു സുഹൃതം നിങ്ങൾ എന്നെ അറിയിച്ചു തരണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വര്യൻ പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ മിസ്ല ലഹു. നീ നോമ്പനുഷ്ഠിക്കുക, നോമ്പിന് തുല്യമായൊരു സുഹൃതവുമില്ല. നോമ്പിന്റെ സവിശേഷതകൾ വെച്ച് നോക്കുമ്പോൾ നമസ്കാരം അതിന്റെ അഫ്ളലിയത്ത് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് നോമ്പിന്റെ മുമ്പിലാണ്, സംശയമില്ല. പക്ഷെ നോമ്പിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ വെച്ച് നോക്കുമ്പോൾ നോമ്പിന് തുല്യമായി മനുഷ്യജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സുഹൃതവുമില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റയ്യാൻ കവാടത്തിലൂടെ വിശ്വാസി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പെടുത്ത വിശ്വാസിയെ റയ്യാൻ വിളിക്കുകയാണ്. സഹൽ ഇബ്നു സഈദ് സഈദി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ. സ്വർഗത്തിനൊരു കവാടമുണ്ട്, ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. യുദ്ആ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ വിശ്വാസികളെ ആ കവാടം മാടി വിളിക്കുന്നതാണ്, ക്ഷണിക്കുന്നതാണ്. യുഖാലു ഐന സ്വാഇമൂൻ. എവിടെയാണ് നോമ്പുകാർ, എവിടെയാണ് നോമ്പുകാർ എന്നാണ് റയ്യാൻ കവാടത്തിലൂടെ വിളിക്കപ്പെടുന്നത്. ഫമൻ കാന മിനസ് സ്വാഇമീന ദഖലഹു വമൻ ദഖലഹു ലം യദ്മ അബദാ.
നോമ്പുകാരനായി നോമ്പ് നോറ്റി ലോകത്ത് കഴിഞ്ഞുകൂടിയ ആളുകൾ, റമളാനിനെയൊക്കെ അതിൻ്റെ ചൈതന്യവത്തായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ആളുകൾ ആ കവാടത്തിലൂടെയാണ് പ്രവേശിക്കുന്നത്. ആ കവാടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലം യളുമ അബദാ, പിന്നീട് ഒരു കാലത്തും ആ മനുഷ്യന് ദാഹമുണ്ടാവില്ല. പിന്നീട് ഒരു കാലത്തും ആ മനുഷ്യന് ദാഹമുണ്ടാവില്ല. അതുകൊണ്ടാണ് നോമ്പ് നന്നാക്കണം. നോമ്പ് നന്നാക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള തീരുമാനം നമ്മൾ ഇപ്പോൾ തന്നെ എടുക്കണം. ഈ വർഷത്തെ എൻ്റെ നോമ്പ് ഒരു സ്ഖലിതങ്ങളുമില്ലാതെ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിൻ്റെ ആത്മീയമായ പൂർണ്ണതയിൽ തന്നെ ഞാൻ നിർവഹിക്കുവാൻ പരിശ്രമിക്കുമെന്നുള്ള പ്രതിജ്ഞ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അതെങ്ങനെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ നോമ്പനുഷ്ഠിച്ചാൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. എന്തെങ്കിലും സ്ഖലിതങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. പക്ഷേ നോമ്പ് ഈമാനോട് കൂടിയുള്ള നോമ്പാവണം, ഇഹ്തിസാബോട് കൂടിയുള്ള നോമ്പാവണം. ഇഹ്തിസാബിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പ്രതിഫലേച്ഛ എന്നാണ്, രണ്ടാമത്തെ അർത്ഥം സ്വയം വിചാരണ നടത്തിക്കൊണ്ടുള്ള നോമ്പ്. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു, നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് റമളാനിന്റെ ദിനരാത്രങ്ങൾ സ്വയം വിചാരണക്കുള്ള ദിനരാത്രങ്ങളായി മാറ്റിയെടുത്തുകൊണ്ട് ഈമാനോടെ പ്രതിഫലേച്ഛയോടെ നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹു സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. ഒരൊറ്റ നോമ്പിലൂടെ നരകത്തിൽ നിന്ന് വിശ്വാസി ഒരുപാട് അകലുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് ഇപ്രകാരം കാണാൻ കഴിയുന്നതാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ അടിമ ഒരു നോമ്പനുഷ്ഠിക്കുന്നു, ഒരു നോമ്പിലൂടെ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമ വജ്ഹഹു അനിൻ നാരി 70 ഖരീഫാ, 70 നാഴികകൾ അകന്നു പോവുകയാണ്. ഒരു നോമ്പിലൂടെ നരകത്തിൽ നിന്ന് അയാൾ 70 നാഴികകൾ അകന്നു പോവുകയാണെന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദ ജതനബൽ കബായിർ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള കാലയളവ്, അതിൻ്റെ ഇടക്ക് ഒരുപാട് സ്ഖലിതങ്ങൾ, തെറ്റുകളൊക്കെ മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ വൻദോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ എങ്കിൽ റമളാനിലൂടെ അല്ലാഹു പുറത്തു തരുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരേക്ക് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, റമദാൻ അത് മായ്ച്ചു കളയുന്നതാണ്. ഇത് ജിതനബൽ കബായിർ, വൻദോഷങ്ങൾ അയാൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലെന്ന്. സഹോദരങ്ങളെ, അതാണ് റമദാൻ, അതാണ് റമദാൻ. കുല്ലു അമലി ഇബ്നി ആദം യുദാഅഫ് ലഹുൽ ഹസനതു അശ്റു അംസാലിഹാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വേറൊരു പ്രവാചക വചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു അമലി ഇബ്നി ആദം യുദാഅഫുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ളുഅഫിൻ. അല്ലാഹു തന്റെ അടിമയുടെ കർമ്മങ്ങളുടെ പ്രതിഫലം എങ്ങനെ ഇരട്ടിയായി കൊടുക്കും. അല്ലാഹു ഉദാരവാനാണ്, ഒരു പിശുക്കും ഒരു ലുബ്ധും പടച്ചവനില്ല. 10 മുതൽ 700 വരെ ഇരട്ടിയാണ് കർമ്മങ്ങളുടെ പ്രതിഫലമായിട്ട് അല്ലാഹു കൊടുക്കുന്നത്. ഇത് സാധാരണ അവന്റെ റമളാൻ അല്ലാത്ത ജീവിതത്തിൽ ചെയ്യുന്ന സുഹൃതങ്ങൾക്ക് ഇങ്ങനെ ഇരട്ടിയായിട്ട് അല്ലാഹു നൽകും എന്ന് പറഞ്ഞതിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞതായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഖുദ്സിയായ നിവേദനത്തിലൂടെ പറഞ്ഞു, ഇല്ല സൗമ, നോമ്പൊഴികെ. നോമ്പിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ 10ലും 700ലും ഒന്നും ഉൾപ്പെടുത്താൻ കഴിയുന്നതല്ല. അതിനും എല്ലാം എത്രയോ മീതയാണ്. ഇല്ല സൗമ ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി. അല്ലാഹു പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിശ്ചയം നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത്. എല്ലാം അല്ലാഹുവേ തന്നെയാണ്, പക്ഷേ നോമ്പിന്റെ പ്രതിഫലം അത് പ്രത്യേകമാണ്. സിർറുൻ ബൈനൽ അബ്ദി വറബ്ബി,
അത് അടിമയുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള രഹസ്യമാണ്. എനിക്ക് നോമ്പുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഒന്ന് അള്ളാഹുവിനാണ്, രണ്ട് നോമ്പനുഷ്ഠിക്കുന്ന എനിക്കാണ്. എനിക്ക് നോമ്പില്ലെങ്കിൽ എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ഭാര്യയെ, ഇവരെയൊന്നും കാണാതെ വേണമെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ആരെ കാണാതെ ചെയ്താലും, ഒരാളെ കാണാതെ ചെയ്യാൻ കഴിയില്ല. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയാന്തരാളങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതുമായ സർവ്വകാര്യങ്ങളും അറിയുന്ന പടച്ചതമ്പുരാൻ. നിങ്ങൾ രണ്ടുപേരൊരു സംസാരം, സ്വകാര്യ സംഭാഷണം നടത്തുമ്പോൾ മൂന്നാമനായി പടച്ചവൻ അറിയുമെന്ന് പറഞ്ഞ, ഭൂമിയിൽ ഒരു ഇല പോലും കൊഴിയുന്നില്ല ആ റബ്ബറിയാരെന്ന് പറയുന്ന ആ റബ്ബിന്റെ അറിവിൽ നിന്ന് എനിക്കൊന്നും ഒളിപ്പിച്ചു വെക്കാനില്ല. അതുകൊണ്ട് നോമ്പെടുത്തില്ലേ എങ്കിൽ അറിയാൻ പോകുന്ന പടച്ചവനാണ്. അതുകൊണ്ടാണ് സിർറുൻ ബൈനൽ അബ്ദി വറബ്ബി. ഇത് നാഥന്റെയും അള്ളാഹുവിന്റെ അടിമയുടെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നോമ്പിന്റെ പ്രതിഫലം പ്രത്യേകമാണ്, അതിലൂടെ ഉണ്ടാവുന്ന തഖ്വയും പ്രത്യേകമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. എന്തിനാണ് റമദാൻ, എന്തിനാണ് നോമ്പെന്ന് അള്ളാഹു പറയാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു, നോമ്പ് നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിയമമാക്കപ്പെട്ടതുപോലെ. പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ നോമ്പുണ്ടായിരുന്നു. അത് ഏത് രൂപത്തിലായിരുന്നു, ഏത് മാസത്തിലായിരുന്നു, എപ്രകാരമായിരുന്നു, അതിന്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നോമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി നിങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് നോമ്പ്. അതാണ് തഖ്വ. നമ്മളെ നമസ്കരിക്കുകയാണെങ്കിൽ, സംഘടിതമായി നിർവഹിക്കുകയാണെങ്കിലും, ഇനി അതല്ല നമ്മുടെ വീട്ടിൽ വെച്ച് ഒറ്റയ്ക്ക് നമുക്ക് സുന്നത്ത് നമസ്കാരമോ അതല്ലെങ്കിൽ അപൂർവം ചില ഫർള് നമസ്കാരങ്ങളോ ഒക്കെ നിർവഹിക്കേണ്ടി വരികയാണെങ്കിൽ പോലും നമ്മൾ നമസ്കരിക്കുന്ന വേറൊരാൾ കാണുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നത് വേറൊരാൾ കാണുന്നുണ്ട്. രാത്രിയാണ് നമസ്കരിക്കുന്നതെങ്കിൽ പോലും ഒരുപക്ഷെ രാത്രി നമ്മോടൊപ്പം കിടന്നുറങ്ങുന്നയാൾ ആളുകൾ അവരത് കാണുന്നുണ്ട്, അവർക്കത് കാണാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നമസ്കാരക്കാരനാണെന്ന് പലരും അറിയുന്നു, പലരും കാണുന്നു. പക്ഷേ ഞാൻ നോമ്പുകാരനാണെന്ന് ഉറപ്പുവരുത്താൻ പടച്ചവനെ കഴിയൂ, പടച്ചവനെ അറിയൂ. എത്ര തന്നെ പ്രദർശന പരതയിൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഞാൻ നോമ്പുകാരനാണെന്ന് എനിക്കും എൻ്റെ റബ്ബിനും മാത്രമേ അറിയൂ. അതാണ് നോമ്പുണ്ടാക്കുന്ന തഖ്വ എന്ന് പറയുന്നത്, അതാണ് നോമ്പുണ്ടാക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത്. 8 നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് നോമ്പിന്റെ നേട്ടങ്ങളായി മഹാന്മാർ. 1, ഈമാൻ വർദ്ധിക്കും എന്നുള്ളതാണ്. 2, നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിമിത്തമാകും. 3, തെറ്റുകളിലേക്ക് മനസ്സ് ചായാതെ നേർവഴിയിൽ നിൽക്കാൻ പര്യാപ്തമാക്കും നോമ്പ്. 4, പാപമോചനം ലഭിക്കും. 5, പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് മുക്തമാവാൻ കഴിയും. 6, വിശപ്പും ദാഹവും അനുഭവിക്കുക വഴി ദരിദ്രന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇന്ന് ദരിദ്ര ജനകോടികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, വിശേഷിച്ചും ഗസ നിവാസികൾ. നിങ്ങളുടെ സക്കാത്ത് സ്വതക്കകൾ നിങ്ങൾ ഗസയിലേക്ക് കൂടി വിനിയോഗിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അസ്ഹർ പണ്ഡിത സഭ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അസ്ഹറിലെ പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, ഗസയിലേക്ക് കൂടി നിങ്ങൾ വിനിയോഗിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഗസയെ പുനർനിർമ്മിക്കാൻ. അവിടുത്തെ ജനങ്ങളുടെ പട്ടിണി, പ്രാരാബ്ദം, പ്രയാസം, അതുപോലെ ലോകത്തുള്ള പട്ടിണി പാവങ്ങൾ ധാരാളമാണ്. അത്തരത്തിലുള്ള പട്ടിണി പാവങ്ങളെ അറിയാൻ നോമ്പ് പ്രാപ്തമാക്കുമെന്നുള്ളതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു, സമ്പന്നരായ ആളുകൾ നോമ്പനുഷ്ഠിക്കുമ്പോ അവരെ വിശപ്പിന്റെ രുചി മനസ്സിലാക്കും. അവരെ ദരിദ്രരായ ആളുകളെ വിസ്മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരും നോമ്പനുഷ്ഠിക്കണം. എല്ലാവരും നോമ്പനുഷ്ഠിക്കണം. അതുപോലെ ക്ഷമയാണ്, ക്ഷമ ശീലിപ്പിക്കുകയാണ് നോമ്പ്. അത് ക്ഷമയുടെ മാസമാണ്, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്.
അവസാനമായിട്ട് എട്ടാമതായിട്ട് എണ്ണി പറയാൻ സാധിക്കുന്നതാണ് ആരോഗ്യപരമായ ധാരാളം നേട്ടങ്ങൾ. സൂമൂ തസ്ഹു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, അങ്ങനെ നിങ്ങൾ ആരോഗ്യം കൈവരിക്കുക കൂടി ചെയ്യുക. അതൊരു പരമപ്രധാനമായ ലക്ഷ്യമല്ല, പക്ഷേ അതും നോമ്പിന്റെ ഒരു ലക്ഷ്യമായിട്ടുണ്ടാവാം എന്നുള്ളതാണ്. ലണ്ടനിൽ നടന്ന ഒരു പഠനം ഇപ്രകാരമാണ്: ഒരു കൂട്ടം വെള്ള എലികൾക്ക് വയറ് നിറയെ ഭക്ഷണം നൽകി, മറ്റൊരു ഗ്രൂപ്പിന് അല്പം മാത്രം ഭക്ഷണം നൽകി. എന്നാൽ വയറ് നിറയെ ഭക്ഷണം കഴിച്ച എലികളെക്കാൾ മിതഭക്ഷണം കഴിച്ച എലികൾ 40% കൂടുതൽ ആയുർദൈർഘ്യമുള്ളവരായി മാറി എന്നുള്ളതാണ്. പണ്ട് പല വൈദ്യശാസ്ത്രജ്ഞന്മാരും ഉപവാസത്തെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടാണ് കണ്ടിരുന്നത്. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വൈദ്യശാസ്ത്രജ്ഞനായിരുന്ന ഹിപ്പോക്രാറ്റ്സ്, അദ്ദേഹം തന്റെ അടുത്ത് വരുന്ന രോഗികളോട് ഉപവാസം അനുഷ്ഠിക്കുവാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പൊണ്ണത്തടി കുറയ്ക്കാനുള്ള ലളിതമാർഗമായി എന്നും പല ഡോക്ടർമാരും പല വിവരമുള്ള ആളുകളും പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമെന്ന് പറയുന്നത് ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള നേട്ടമാണ്. പക്ഷേ റമളാന്റെ ഈ ആത്മീയപരവും അതേപോലെ ആരോഗ്യപരവും ആരാധനാപരവുമായ ചൈതന്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ നോമ്പെന്താവണം? ചൈതന്യവത്താവണം. വസ്വിയാമു ജുന്ന, നോമ്പ് പരിചയാണ്. അതുകൊണ്ട് ഒരാൾ നിന്നെ റമളാൻ മാസത്തിൽ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ, ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ പ്രതിരോധിക്കാൻ നിൽക്കണ്ട, അങ്ങോട്ടും ചീത്ത വിളിക്കാൻ നിൽക്കണ്ട, നിന്റെ നാവിനെ നീ അശുദ്ധമാക്കാൻ നിൽക്കണ്ട. ഫല്യഖുൽ ഇന്നി സ്വായിമുൻ, നീ പറയണേ നിശ്ചയം ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നീ ആത്മസംയമനം കൈകൊള്ളണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, അതുപോലെ പണ്ഡിതന്മാരെ വിശദീകരിച്ചു: ഇദാ സുംത ഫല്യസും സമഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മആസിമി ഫല്യദ അദൽ ഖാദിമി വലാ തജഅൽ യൗമ ഫിത്രിക വസിയാമിക സവാ. നീ നോമ്പനുഷ്ഠിച്ചാൽ നിന്റെ വയറിന് മാത്രം നോമ്പുണ്ടായാൽ പോരാ. നീ നോമ്പനുഷ്ഠിച്ചാൽ ഫല്യസും സമഉക, നിന്റെ കാതിന് നോമ്പ് വേണം. വബസറുക, നിന്റെ കണ്ണിന് നോമ്പ് വേണം. നിന്റെ കാത് ഹറാമ് കേൾക്കാൻ പാടില്ല. ഹറാമ് കേൾക്കുന്നതിൽ നിന്നുള്ള നോമ്പ്, കേൾക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നിന്റെ കാതിന്റെ നോമ്പെന്ന് പറയുന്നത്. നിന്റെ കണ്ണിന്റെ നോമ്പെന്ന് പറയുന്നത് ഹറാമ് കാണാതിരിക്കാനുള്ള നോമ്പാണ്. വലിസാനുക, നിന്റെ നാവിന്റെ നോമ്പെന്ന് പറയുന്നത് ഹറാമ് സംസാരിക്കാതിരിക്കാനുള്ള നോമ്പാണ്. ഗൈബത്ത്, നമീമത്ത്, കളവ്, പരിഹാസം, ഏഷണി, പരദൂഷണം, ഇങ്ങനെ നാവ് കൊണ്ട് മനുഷ്യർക്കുണ്ടാക്കുന്ന ധാരാളം ഉപദ്രവങ്ങളുണ്ട്. ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക, അതാണ് നാവിന്റെ നോമ്പെന്ന് പറയുന്നത്. അനിൽ കദിബി വൽ മആസിം, നീ കളവിൽ നിന്ന്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് നിന്റെ നാവിന്റെ നോമ്പെന്ന് പറയുന്നത്. ഫല്യദ അദൽ ഖാദിമി, നോമ്പുകാരനോട് പറയാണ് പരിചാരകനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. വലാ തജഅൽ യൗമ ഫിത്രിക വസിയാമിക സവാ. അല്ലാത്ത മാസങ്ങളിലൊക്കെ വേലക്കാരനെ ഉപദ്രവിക്കാമെന്നല്ല, നോമ്പുകാലത്ത് കൂടുതൽ ജാഗ്രത കൈകൊള്ളുക, അതീവ ജാഗ്രത കൈകൊള്ളുക എന്നതാണ്. വലാ തജഅൽ യൗമ ഫിത്രിക വസിയാമിക സവാ, നിന്റെ നോമ്പുകാലവും നോമ്പില്ലാത്ത കാലവും ഒരുപോലെയാവാൻ പാടില്ല. അത് റമളാനിൽ ഭക്ഷണം കഴിക്കുന്നില്ല, അതുമാത്രം. അങ്ങനെ ഒരു റമളാനായി നമ്മുടെ റമളാൻ മാറാൻ പാടില്ല. അങ്ങനെയുള്ള റമളാൻ കൊണ്ട് റമളാന്റെ യഥാർത്ഥ ചൈതന്യം ആർജിക്കാൻ നമുക്ക് സാധ്യമല്ല. റസൂലുള്ള ഏറ്റവും അധികം ഉദാരനായിരുന്ന മാസമാണ് റമളാൻ. റമളാനിൽ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും അധികം ഉദാരനായിരുന്നു. ആ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉദാരനായിരുന്നത് റമളാനിലായിരുന്നു. ജനങ്ങളിൽ ഏറ്റവും ഉദാരൻ പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ ഏറ്റവും അധികം ഉദാരനായിരുന്നത് റമളാനിലായിരുന്നു. റമളാന്റെ ഓരോ രാവുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖുർആൻ പഠിപ്പിക്കും. റമളാന്റെ രാവുകളെ കൂടുതൽ പ്രശോഭിതമാക്കുക എന്നുള്ളതാണ്. ആത്മീയമായി റമളാന്റെ രാവുകളെ കൂടുതൽ പ്രകാശമാനമാക്കുക. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ ഹത്താ യൻഖദി റമളാൻ. അല്ലാഹു നരകത്തിൽ നിന്ന് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റമളാൻ അവസാനിക്കുന്നത് വരെ നരകത്തിൽ നിന്ന് ഓരോരുത്തരെയായി റമളാന്റെ ഓരോ രാവുകളിലും മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ രാത്രികളിലും മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
പ്രയോജനപ്പെടുത്താനുള്ളതാണ് ആ രാവുകൾ എന്ന് പറയുന്നത്. അങ്ങനെ റമളാന്റെ രാവുകളെയും റമളാന്റെ പകലുകളെയും സുഹൃതങ്ങൾ കൊണ്ട് ചൈതന്യവത്താക്കാൻ സാധിച്ചാൽ അവരാണ് റമളാനെ പ്രയോജനപ്പെടുത്തിയ ആളുകൾ എന്ന് പറയുന്നത്. അതല്ലാതെ കുറെ ആളുകൾ റമളാനിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടാവും, പക്ഷെ അവരൊന്നും റമളാനെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരം ദൗർഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. അത്തരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമ്മിൻ സിയാമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് അവർക്ക് വെറും വിശപ്പാണ് ഉണ്ടാക്കിയത്, വെറുതെ പട്ടിണി കിടന്നു എന്നത് മാത്രം. വകം മിൻ ഖിയാമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. ഒരുപാട് നമസ്കാരക്കാരുണ്ട്, രാത്രിയൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങ് എന്ന നിലയിൽ അവർ നിസ്കരിക്കുന്നുണ്ടാവും. ഹൃദയത്തിലേക്ക് അതിന്റെ ചൈതന്യത്തെ, ആ നമസ്കാരത്തിന്റെ ഭയഭക്തിയെ ഹൃദയത്തിലേക്ക് ഇറക്കാതെ നിസ്കരിക്കുന്ന ആളുകൾ, അത്തരം നമസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞു, വകം മിൻ ഖിയാമിൻ, എത്രയെത്ര നമസ്കാരക്കാർ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. അവരുടെ നമസ്കാരം അവർക്ക് ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നും സമ്മാനിച്ചിട്ടില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പുമെല്ലാം ചൈതന്യവത്താക്കണം. അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും അള്ളാഹുവിന്റെ അടിമക്ക് വേണ്ടി നാളെ അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നതാണ്. നോമ്പും ഖുർആനും നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ബി അയ്യദഅ തുആമഹു വശറാബ. വ്യാജമായ വാക്കും പ്രവർത്തനങ്ങളും ഒരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു നിർബന്ധവുമില്ല. എത്ര സൂക്ഷ്മതയോടെയും എത്ര പ്രാധാന്യത്തോടു കൂടിയുമാണ് റമളാനെ ചൈതന്യവത്താക്കുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായിട്ട് ഉത്ബോധിപ്പിച്ചത്. നമ്മൾ റമളാനിലേക്ക് കടന്നിട്ടില്ല, പക്ഷേ റമളാനിലേക്ക് പ്രവേശിക്കാത്ത അവസ്ഥയിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ആത്മസംസ്കരണമാണ്, അതായത് ഹൃദയത്തിന്റെ സംസ്കരണം. റമളാൻ എന്ന് പറഞ്ഞാൽ സുഹൃതങ്ങൾ കൊണ്ട് ചൈതന്യവത്താവുന്ന മാസം. നമ്മുടെ ഹൃദയം സംസ്കരിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾ ഈ റമളാനിന്റെ ചൈതന്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശുദ്ധമാവണം. അശുദ്ധമായ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കണം. ഒരു ബക്കറ്റ് സങ്കല്പിക്കുക, ഒരു പാത്രം. ആ പാത്രത്തിൽ ശുദ്ധജലം നമുക്ക് നിറക്കണമെങ്കിൽ ആ പാത്രത്തിൽ മാലിന്യമുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. അതിൽ അഴുക്ക് വെള്ളമുണ്ടെങ്കിൽ അഴുക്ക് വെള്ളം കളയണം. അതിനുശേഷം മാത്രമേ ആ പാത്രത്തിൽ ശുദ്ധജലം നിറച്ചിട്ട് ആളുകൾക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം അപ്പോഴേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെള്ളം അപ്പോഴേ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും. മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും അസൂയയും അഹങ്കാരവും ലോകമാന്യവും, അങ്ങനെ മനുഷ്യ സഹജമായ അതോടൊപ്പം പൈശാചികമായ ഒരുപാട് ദുർഗുണങ്ങൾ ഹൃദയങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ദുർഗുണങ്ങളിൽ നിന്ന് മുക്തമായി ആരോടെങ്കിലും നമ്മൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ താമസിയാതെ അവരോട് ഇണങ്ങിക്കൊണ്ടാവണം റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവരുടെ സുഹൃതങ്ങളല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ റമളാന്റെ മുന്നോടിയായിട്ട് തന്നെ ചൈതന്യവത്താക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.